മുന്നണി വിപുലീകരണ ചർച്ചയിലെ ജോസ് കെ മാണി ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ലീഗ് എന്താണ് അതിൽ റോള് വഹിച്ചത്? ഈ ചർച്ചയ്ക്കൊക്കെ നേതൃത്വം നൽകിയത് ലീഗാണെന്നുള്ളൊരു വാർത്തകളൊക്കെയാണ് വരുന്നത്. UDFന്റെ അടിത്തറ വിപുലീകരിക്കണം, UDFന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന വിഭാഗങ്ങളെയും സംഘടനകളെയും ഒക്കെ UDFുമായി സഹകരിപ്പിക്കണം എന്ന തീരുമാനം UDF മൊത്തത്തിലെടുത്താണ്. അത് മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, UDF ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതനുസരിച്ച് ആണ് ഞങ്ങൾ അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചത്, ജാനുവിനെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ മൊത്തത്തിൽ UDF എടുക്കുന്ന തീരുമാനമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് UDFുമായി യോജിക്കാവുന്ന ആശയക്കാരെ UDFുമായി സഹകരിപ്പിക്കാൻ എടുക്കുന്ന തീരുമാനം. എല്ലാവരും ഒരുമിച്ചാണ് എടുക്കുക. ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ അല്ല, ഞങ്ങളൊരു പ്രത്യേക പാർട്ടിയെ കേന്ദ്രീകരിച്ചോ പ്രത്യേക വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചോ അല്ല ചർച്ച നടക്കുന്നത്. ആശയപരമായി യോജിക്കാവുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും കൂടെ നിർത്തണം എന്ന് തന്നെയാണ് UDFന്റെ ആഗ്രഹം. വരും ദിവസങ്ങളിൽ വിസ്മയം ഉണ്ടാവുന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെ വിസ്മയങ്ങൾ ഉണ്ടാവും? ലീഗിനെ അറിയാവുന്ന വിസ്മയങ്ങൾ എന്തൊക്കെയാണ്? അത് സംഭവിക്കുമ്പോഴാണല്ലോ അത് വിസ്മയാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിസ്മയം അല്ലാതാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് നിർണായക ചർച്ചകൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? സീറ്റിന്റെ ആദ്യഘട്ടം UDFിൽ തീരുമാനിച്ചത് ഉഭയകക്ഷി ചർച്ചകൾ, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ, കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ഒക്കെ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കണം എന്നാണ്. അത് ഏതായാലും 1-2 ദിവസത്തിനകം ആരംഭിക്കും എന്നാണ് ഞങ്ങളുടെ അറിവ്. ലീഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതെ, UDFിൽ അങ്ങനെ തീരുമാനം ഉണ്ടായാൽ മത്സരിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. അല്ല, അത് സാഹചര്യങ്ങൾ നോക്കിയിട്ട് ചർച്ചയ്ക്കനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. മുൻകൂട്ടി അങ്ങനെ തീരുമാനം എടുത്ത് ഞങ്ങൾ പോകുന്നില്ല. തീർച്ചയായിട്ടും പ്രാതിനിധ്യം വനിതകൾക്കുണ്ടാവും. ഇപ്രാവശ്യം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെയും ഏറ്റവും കൂടുതൽ വനിതകളെയും ഒക്കെ നിർത്തി മത്സരിപ്പിച്ച പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്.